അങ്ങയുടെ പക്കലുള്ളതിൽ നിന്ന് എനിക്ക് വല്ലതും നൽകണേ പ്രവാചകരെ എന്ന് പറഞ്ഞ് അതിഥിയായിക്കൊണ്ട് റസൂലുള്ളാഹി തങ്ങളരികിലേക്ക് ഒരാൾ വന്നു. അദ്ദേഹത്തിന് ഭക്ഷണം നൽകാൻ പ്രവാചകൻ തങ്ങളുടെ ഭാര്യ വീടുകളിലേക്കെല്ലാം പറഞ്ഞയച്ചു. എല്ലാവരും പറഞ്ഞത് വെള്ളമല്ലാതെ മറ്റൊന്നുമില്ല പ്രവാചകരെ എന്നായിരുന്നു. ഉടനെ പ്രവാചകൻ സ്വഹാബാക്കളോട് പറഞ്ഞു, ഇദ്ദേഹത്തെ അതിഥിയായി സ്വീകരിച്ച് ഇന്ന് ഭക്ഷണം നൽകാൻ ആർക്ക് പറ്റും? അൻസാരികളിൽപ്പെട്ട ഒരു സ്വഹാബി കടന്നു വന്ന് സന്തോഷത്തോടെ സ്വീകരിച്ചു കൊണ്ടുപോയി. സ്വഹാബി തൻ്റെ ഭാര്യയോട് പറഞ്ഞു, റസൂലുള്ളാഹി തങ്ങൾ നമുക്ക് നൽകിയ അതിഥിയാണ്, നല്ലൊരു സൽക്കാരമൊരുക്കണം. സ്വഹാബിയുടെ ഭാര്യ പറഞ്ഞു, നമ്മുടെ 2 മക്കൾക്കുള്ള ഭക്ഷണമല്ലാതെ മറ്റൊന്നുമില്ല ഇവിടെ. സ്വഹാബി പറഞ്ഞു, എങ്കിൽ മക്കൾക്ക് വെള്ളം കൊടുത്ത് വേഗത്തിൽ ഉറക്കുക, നമുക്ക് പട്ടിണി കിടക്കാം, നമ്മുടെ അതിഥിക്കൊരു കുറവും വരുത്തിക്കൂടാ. അദ്ദേഹം ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് മാറി നിന്ന് വിളക്കണച്ച് പാത്രത്തിൽ കൈയിട്ട് ശബ്ദമുണ്ടാക്കാം. അദ്ദേഹം നമ്മളും ഭക്ഷണം കഴിക്കുകയാണെന്ന് കരുതിക്കോട്ടെ. തൻ്റെ ഇല്ലായ്മയെ മറച്ച് ആ പ്രിയപ്പെട്ട സ്വഹാബി ഉള്ളതുകൊണ്ട് നല്ലൊരു സൽക്കാരം ഒരുക്കി കൊടുത്തു. പ്രവാചകൻ പിറ്റേ ദിവസം അദ്ദേഹത്തെ കണ്ടപ്പോൾ പറഞ്ഞു, ഇന്നലെ രാത്രിയിലെ ഏറ്റവും നല്ല സൽക്കാരമായി അള്ളാഹു നിൻ്റെ സൽക്കാരത്തെ രേഖപ്പെടുത്തി സ്വഹാബ. നിന്നെയും നിൻ്റെ സൽക്കാരത്തെയും അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു, അള്ളാഹു ഇഷ്ടപ്പെട്ടിരിക്കുന്നു. മുഅ്മിനിൻ്റെ ലക്ഷണങ്ങളിലൊന്നാണ് അതിഥിയെ സൽക്കരിക്കുക എന്നത്. നമ്മുടെ വീടുകളിലേക്ക് കടന്നു വരുന്ന ഒരതിഥിയും നാം നല്ലൊരു ആതിഥേയനല്ല എന്ന് പറയാനിട വരുത്തരുത്. അബുൽ ലൈഫാൻ ഏറ്റവും നല്ല ആതിഥേയനെന്ന് അള്ളാഹു പറഞ്ഞ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ അതിഥി സൽക്കാര ചരിത്രങ്ങളിൽ നമുക്കൊരുപാട് പാഠമുണ്ട്. പരിശുദ്ധ ഇസ്ലാമിൽ അതിഥി സൽക്കാരത്തിന് വളരെ മഹത്വമുണ്ട്. അതുകൊണ്ടല്ലേ പ്രവാചകൻ പറഞ്ഞത്, നിങ്ങൾ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ അതിഥിയെ സൽക്കരിച്ചു കൊള്ളുക, അതിഥിയെ ബഹുമാനിച്ചു കൊള്ളുക എന്ന്.